പരിപാടി തുടങ്ങുന്നത് 21 പേര് അല്ലെങ്കിൽ 19 പേര് അല്ലെങ്കിൽ 15 പേര് അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ഒരു ഗെയിം തുടങ്ങണമെന്ന് വെച്ചോ. ആ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ഉണ്ടാവുന്ന ഒരു വോളിയം ഈ എൻഡ് ആകുമ്പോഴേക്കും, ഈ ടോപ്പ് 5 ആകുമ്പോഴേക്കും, ടോപ്പ് 2 ഒക്കെ ആകുമ്പോഴേക്കും, ടോപ്പ് 3 ഒക്കെ ആകുമ്പോഴേക്കും അങ്ങ് ചുരുങ്ങും എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി, കുറേ ഗസ്റ്റുകളൊക്കെ വന്നു, അല്ലെങ്കിൽ ഒരു കല്യാണം കഴിഞ്ഞ് വീട് കഴിഞ്ഞ് പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു കുഞ്ഞു വാവയുള്ളപ്പോൾ ഒരു 2 ദിവസം ഉണ്ടായിട്ട് അവൻ പെട്ടെന്ന് പോവുകയൊക്കെ ചെയ്യുമ്പോൾ വീട്ടിൽ കിട്ടുന്ന ഒരു എന്താ പറയുക, അതിന് ഒരു സ്പേസ് ഉണ്ട്, ആ ഒരു ആംബിയൻസ് ഉണ്ട്, ആ ഒരു എക്കോ ലെവൽ ഉണ്ട് അല്ലേ. അപ്പോൾ അത് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി 10 അല്ലെങ്കിൽ 18, 10, 5 5ലൊക്കെ എത്തുമ്പോഴേക്കും കുറച്ചും കൂടി ഒന്ന് സ്പേസ് കൂടി തുടങ്ങും. കാരണം ഒരു മൂകതയൊക്കെ ഫീൽ അതിൻ്റെ ഉള്ളിൽ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ ആൻഡ് ലാസ്റ്റ് വരുമ്പോൾ ചിലപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി നിൽക്കുന്ന 2 പേര് അല്ലെങ്കിൽ ഈ 5 പേരിലൊക്കെ ആയിട്ട് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ കമ്പനി ഇൻറ്റിമസിയും കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ ഇപ്പം ഇത്തവണ നോറെ മാത്രമേ എവിറ്റാക്കിയിട്ടുള്ളൂ. കാരണം അടുത്ത തവണ ചിലപ്പോൾ 2 പേരെ എവിറ്റാക്കാം. അങ്ങനെ ടോപ്പ് 7 ടോപ്പ് 5 എന്നുള്ള രീതിയിലോട്ട് കാര്യങ്ങൾ മാറ്റാവുന്ന രീതിയിലായിരിക്കും ഇനി എവിക്ഷൻ പ്രക്രിയ വരുന്നത്. അപ്പോൾ എല്ലാവരും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുക, അതായത് സായി, അഭിഷേക്, ഋഷി, ജാസ്മിനൊക്കെ സംസാരിച്ച് പെട്ടെന്ന് ഇങ്ങനെ എനിക്കിപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് എല്ലാവരും കൂടി പോവില്ലേ. കാരണം എന്ന് വെച്ചാൽ ജാസ്മിൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റത്തില്ല. കാരണം അങ്ങനെയാണ് ആ വീട്ടിൽ മറ്റുള്ള പെട്ടെന്ന് പിന്നെ ഇനി ചുരുങ്ങി ഇവർ നമ്മളൊരു ഗ്രൂപ്പാവും, അങ്ങനെ സ്പ്ലിറ്റായി ഒറ്റയ്ക്ക് നടക്കുമ്പോഴൊക്കെ ഒരു ബുദ്ധിമുട്ടാവും. അപ്പോൾ അഭിഷേക് പറയുന്നുണ്ട് നീ ഋഷിയായിട്ട് സംസാരിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ജാസ്മിൻ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, എൻ്റെ പിള്ളേരുണ്ടായിരുന്നു എനിക്ക് അവസ്ഥ പറ്റില്ല എന്ന്. അപ്പോൾ ഋഷിക്ക് അത് പെട്ടെന്ന് കത്തിയില്ല. ഋഷി ഇപ്പോൾ ചോദിക്കാൻ പറയുന്നുണ്ട് നമ്മുടെ റസ്മിനും ഗബ്രിയും ഇവരുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നു. കാരണം ഇപ്പോഴും ഇവർ 3 പേരും തമ്മിൽ ഭയങ്കര കണക്റ്റഡ് ആണ്, ഭയങ്കര ഡിപ്പെൻഡഡ് ആണ്. ആ ഒരു കണക്ഷൻ ഇപ്പോഴും ആൾക്കാരായിട്ട് കിട്ടുന്നില്ല. അപ്പോൾ ഋഷിയും പറയുന്നുണ്ട് എനിക്ക് പിള്ളേരൊന്നും വേണ്ട, എനിക്ക് ഒരാൾ മതിയെന്ന്. ഋഷി ഉദ്ദേശിച്ച ഒരാൾ അൻസിബയും നമ്മുടെ ജാസ്മിൻ ഉദ്ദേശിച്ച ആ 2 പേര് ഗബ്രിയും റസ്മിനും ആണ്. അതിന് ഞാൻ തെറ്റി പറയുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മനുഷ്യ സഹജമാണ്, നമുക്ക് എല്ലാവർക്കും തോന്നുന്ന കാര്യമാണ്. നമ്മുടെ ഇപ്പോൾ ഉദാഹരണത്തിന് സ്കൂളിൽ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ഒരു ദിവസം അവളോ അല്ലെങ്കിൽ അവനൊന്ന് ആബ്സെന്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ദിവസം എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞാൽ മതി എന്ന് തോന്നും. മറ്റ് ഫ്രണ്ട്സൊക്കെ ആൾക്കാർ ക്രൗഡഡ് ആണെങ്കിലും, ഇതിനാണ് പണ്ടത്തെ ഒരു കോട്ട് പറയുന്നത്, എത്ര വലിയ ക്രൗഡ് ആണെങ്കിലും ആ ക്രൗഡിൽ നമുക്ക് നമ്മുടെ എന്ന് പറയാൻ ഒരാളല്ലെങ്കിൽ നമുക്ക് അത്രയും ക്ലോസ് ആയിട്ട് ഒരാളില്ലെങ്കിൽ ആ ക്രൗഡ് നമുക്ക് ലോൺനെസ് തന്നെയാണെന്നുള്ള ആ ഒരു അവസ്ഥയിൽ കൂടിയാണ് ഇപ്പോൾ ജാസ്മിൻ പോയിക്കൊണ്ടിരിക്കുന്നത്.